ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് കുറച്ച് എൻക്വയറീസ് വന്നു. അപ്പോൾ പൊതുവേ ഞാൻ എൻക്വയറീസ് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കമൻറ്റിൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്നത് ബന്ധപ്പെട്ടിട്ടോ ആയിരിക്കും ഞാൻ ചില വീഡിയോസ് നിങ്ങൾക്ക് മുന്നിൽ ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാൽ മാത്രം നിങ്ങളുടെ എല്ലാ ക്വയറീസും നിങ്ങൾക്ക് ക്ലിയർ ആകത്തുള്ളൂ. ഓക്കെ, കഴിയണതും എൻ്റെ അടുത്ത് വാട്സപ്പിൽ കസ്റ്റമേഴ്സ് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് പറയുന്നുണ്ട്, ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് കഴിയുന്ന രീതിയിൽ തന്നെ ഞാൻ വോയിസിൽ അവർക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു കാര്യം കൂടെ, ഞാൻ ഓൾറെഡി കൊടുത്തിരിക്കുന്ന ഈ നമ്പറിലാണ് എന്നെ ഇതുവരെയുള്ള കസ്റ്റമേഴ്സൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ പഴയ നമ്പറിൽ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യുമ്പം ഞാൻ റിപ്ലൈ തരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ ബിസിനസ് നമ്പറായിട്ടുള്ള ഈ നമ്പറിലായിരിക്കും. എനിക്കിനി ഓർഡർ വരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ വീഡിയോസ് കാണുമ്പം ഓർഡർ തരേണ്ടതും ഈ നമ്പറിലാണ്. പിന്നെ ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയുകയാണ്, ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അഥവാ എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ട് ആ പെർട്ടിക്കുലർ നമ്പറിൽ എനിക്ക് ഓർഡർ തരുമ്പം എൻ്റെ റിപ്ലൈ നിങ്ങൾക്ക് ഈ നമ്പറിനായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, ഒന്ന് കൺഫർമേഷൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇന്നത്തെ കാര്യം ഞാൻ പറയാൻ പോകുന്നത്? ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന്, യെസ് ശരിയാണ്, പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പം ആഫ്റ്റർ ഡെലിവറി ഒക്കെ നമ്മൾ പെർട്ടിക്കുലർ ബ്രാൻഡ് ആയിട്ടുള്ള ഓരോ പ്രോഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യില്ല. ചില ബ്രാൻഡ് തന്നെ, ഇപ്പോൾ റോസ്മേരി, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ, റോസ്മേരി വാട്ടർ ഒന്നും പ്രഗ്നൻ്റ് ലേഡീസിന് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം അവരതിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് മാർവാസ് ഹെയർ ഓയിലിനും മാർവാസ് ഫേസ് ബ്രൈറ്റനിങ് ഓയിലിനും വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഇല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൺസീവ് ആയിട്ടുള്ള സമയത്തും ഡെലിവറി കഴിഞ്ഞ സമയത്തും എല്ലാം നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. 100% നാച്ചുറലായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് തന്നെയാണ് ഹെയർ ഓയിലായാലും ഫേസ് ഓയിലായാലും. പിന്നെ എന്നോട് ചില എൻക്വയറീസ് വരുന്നുണ്ട്, നിങ്ങൾ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. യെസ്, ഞാൻ വേറെയും പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ട്. സോപ്പ്, ഹെയർ പാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പ്രോഡക്റ്റ് വേറെയും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഞാൻ സെയിലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതിൻ്റെ വർക്കിൽ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വൺസ് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ ഓർഡർ ചെയ്ത് വാങ്ങിക്കുക. അപ്പോൾ പ്രഗ്നൻ്റ് ലേഡീസിന് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ നാച്ചുറലി ഇട്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസിന് ഒരു 7 മാസം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പം ഇച്ചിങ് തുടങ്ങും വയറിൽ, അല്ലേ? അപ്പം നമ്മൾ എല്ലാവരും പറയും ചൊറിഞ്ഞിട്ടാണ് സ്ട്രെച്ച് മാർക്ക് വരുന്നത് എന്നുള്ളത്, അല്ലേ? പക്ഷെ 2 രീതിയിൽ സ്ട്രെച്ച് മാർക്ക് വരും. ഒന്ന്, നമ്മളുടെ ഒരു സ്കിന്ന് നമ്മളിങ്ങനെ വലിഞ്ഞ് വരുമ്പം അതങ്ങ് ചുരുങ്ങുമ്പം സ്ട്രെച്ച് മാർക്ക് വരും. കൂടാതെ ആ ടൈമിൽ ചൊറിഞ്ഞിട്ടുണ്ടെങ്കിലും സ്ട്രെച്ച് മാർക്ക് വരും, അല്ലേ? അപ്പോൾ ഈ ഫേസ് ബ്രൈറ്റനിങ് ഓയിൽ നിങ്ങൾ വയറ്റിലുള്ള സമയത്ത് ഒരു 1-2 സമയങ്ങളിലായിട്ട് ഒരു 2-3 തുള്ളി എണ്ണ വയറ്റിൽ തടവി നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൊറിച്ചിലിൻ്റെ ആയം കുറയും. അപ്പോൾ നിങ്ങൾ ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാന്തുന്നത് നമ്മൾ കുറക്കും. അതുപോലെ തന്നെ സ്കിന്ന് സ്ട്രെച്ചായി വരുമ്പോഴുള്ള സ്ട്രെച്ച് മാർക്കിൻ്റെ അളവും കുറയും. ഇപ്പോൾ ഞാൻ പേഴ്സണലി വയറ്റിലുള്ള സമയത്ത് ആ എണ്ണ യൂസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു രീതിയിലുള്ള സ്ട്രെച്ച് മാർക്കുകളും ചൊറിഞ്ഞ പാടുകളും എനിക്ക് എൻ്റെ വയറ്റിലില്ല. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണലി ഒന്നെങ്കിൽ നിങ്ങൾക്ക് തീരെ ഉണ്ടാവില്ല യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അളവ് ക്വാണ്ടിറ്റി, അതായത് ആ ചൊറിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു ചൊറിച്ചിൽ നിങ്ങൾക്ക് ചൊറിയുമ്പോൾ നമുക്ക് ചൊറിയാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ ചൊറിയുന്നതിൻ്റെ ആഴം നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും ഈ എണ്ണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം, സ്ട്രെച്ചായിട്ട് വരുന്ന സ്ട്രെച്ച് മാർക്ക് ഉണ്ടല്ലോ, സ്കിന്ന് വലിഞ്ഞിട്ട് പിന്നെ അത് ചുരുങ്ങുമ്പോൾ വരുന്ന സ്ട്രെച്ച് മാർക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഒരളവും നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. ഓക്കെ, പിന്നെ ഹെയർ ഓയിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ തന്നെ യൂസ് ചെയ്തിട്ട് നല്ല പോലെ ഹെയർ ഫാൾ സ്റ്റോപ്പ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പോയി കണ്ടു നോക്കുക. അങ്ങനെ ഹെയർ ഫാൾ കുറയുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ ഈ എണ്ണ വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരോടുള്ള വീഡിയോ ആണ്. കാരണം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പ്രഗ്നൻറ്റ് സമയത്ത് നമുക്ക്. കാരണം എൻ്റെ അടുത്തൊരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായി, ഞാൻ ഡെലിവറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹോർമോണൽ ഇംബാലൻസുകൾ വരും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ചിലപ്പോൾ കഴുത്തിൻ്റെ പെരടിയിൽ കറുപ്പുണ്ടാകാം, അല്ലെങ്കിൽ മുഖം മാത്രം ഡാർക്കൻ ആകാം, അല്ലെങ്കിൽ ചിലർക്ക്
സ്കിന്നിലൊന്നായിട്ട് പിമ്പിൾസ് വരുന്നുണ്ടാകാം. ഇതിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും മാർവാസ് ഫേസ് ബ്രൈറ്റനിങ് ഓയിൽ. യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്ട്സ് വരുന്നില്ല. ഇത് പറയുമ്പോൾ ഞാനൊരു പോയിന്റും കൂടെ പറയണം. പൊതുവേ പിമ്പിൾസ് അധികം ഉള്ളവർ, പിമ്പിൾസ് ഒരുപാടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ യൂസേജ് തന്നെ ഡിഫറെൻ്റ് ആണ്. സാധാരണ നിങ്ങൾ എണ്ണ തേക്കുന്ന പോലെ ഒരുപാട് എടുത്തിട്ട് തേക്കുന്നതിന് പകരം ഒരു 2-3 തുള്ളി മാത്രം എടുത്ത് ക്രീമി ടെക്സ്ചറിൽ തേച്ച് വെച്ചിട്ട് നിങ്ങൾ കഴുകി കളയുമ്പോൾ കടലമാവോ അതല്ല എന്നുണ്ടെങ്കിൽ പിയേഴ്സിൻ്റെ ബ്രൗൺ കളർ സോപ്പോ യൂസ് ചെയ്തിട്ട് കഴുകി കളയുക. അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ പ്രോബ്ലംസ് പലതാവാം. പക്ഷേ ഇതിൻ്റെ സൊല്യൂഷൻ ഈ ഒരു ഓയിലാകുമ്പോൾ ഇതിൻ്റെ യൂസേജിന് ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ എല്ലാവരുടെ പ്രോബ്ലം കൊടുത്തിട്ട് എനിക്ക് ആ സ്റ്റിക്കറിൽ മെൻഷൻ ചെയ്യാൻ പറ്റില്ല, ബോട്ടിൽമേൽ എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പേഴ്സണലി എല്ലാവർക്കും ഞാൻ പുതുതായിട്ട് ഓർഡർ തരുന്നവരോട് ചോദിക്കും എന്ത് കൺസേൺ ആണ് നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എൻ്റെ സമയം പരിധിക്കനുസരിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് എന്ന് കരുതുന്നു. ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, എക്സ്ക്യൂസ് മീ, സോറി കേട്ടോ. അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സിന് ഇപ്പോൾ പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എനിക്ക് മെസ്സേജ് ചെയ്യുക, എന്നെ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇനി മുതൽ ഈ നമ്പറിലാണ് നിങ്ങൾ ഓർഡർ തരേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവരും ആരോഗ്യത്തോടെ. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക് ആർക്ക് വേണ്ടിയിട്ടാണ്? പ്രഗ്നൻറ്റ് ലേഡീസിന്. അപ്പോൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. നിങ്ങൾ സന്തോഷമായിട്ടിരുന്നാലാണ് നിങ്ങളുടെ വയറ്റിലുള്ള കുഞ്ഞും സന്തോഷമായിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി, ഓൾവേസ് ബി ഹാപ്പി. Bye.